പ്രവാസി മലയാളികൾ ഏറെ പ്രതീക്ഷയോടെയാണ് ഇത്തവണയും കേന്ദ്ര ബജറ്റിനെ നോക്കിക്കാണുന്നത്. കുത്തനെ ഉയർന്ന വിമാന ടിക്കറ്റ് നിരക്ക് ഉൾപ്പെടെയുള്ള യാത്രാ പ്രശ്നങ്ങൾ നിരവധിയാണ്. ഇവയ്ക്കെല്ലാം ബജറ്റിൽ ശാശ്വത പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ. യാത്രാക്ലേശമാണ് പ്രവാസികൾ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന്. മുന്നറിയിപ്പുകളില്ലാതെ കുത്തനെ നിരക്ക് വർദ്ധിപ്പിക്കുന്ന വിമാന കമ്പനിയുടെ നിലപാടുകൾ വലിയ ബുദ്ധിമുട്ടാണ്. വേനലവധിക്കാലത്ത് നാട്ടിലേക്കും തിരിച്ചും യാത്ര ചെയ്യുമ്പോൾ കമ്പനികൾ ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ കൂട്ടും. ഇത് പരിഹരിക്കാൻ ഒരു ഏകീകൃത സംവിധാനം വേണമെന്നാണ് പ്രവാസികളുടെ ആവശ്യം. ചൂട് കാലം സ്കൂൾ അവധി വരുന്ന സമയമാണ്. ആ സമയത്ത് തന്നെ ടിക്കറ്റിൻ്റെ റേറ്റ് ഭീമമായ സംഖ്യ കൊടുത്തിട്ടാണ് ഓരോ പ്രവാസികളും നാട്ടിലേക്ക് തിരിച്ചു പോരുന്നതും കഴിഞ്ഞ് തിരിച്ച് അങ്ങോട്ട് പോകുന്ന സമയത്തും ഈ ഒരു സീസൺ സമയത്ത് ഞങ്ങളെ വല്ലാണ്ട് കഷ്ടത്തിലാക്കുന്ന രീതിയിലാണ് ടിക്കറ്റുകൾ ചാർജുകളൊക്കെ വരുന്നത്. അതിന് സ്ഥിരമായിട്ടൊരു സംവിധാനം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രവാസികൾ പല വിധത്തിലും കേന്ദ്ര സർക്കാരുമായിട്ടും വ്യോമയാന വകുപ്പുമായിട്ടൊക്കെ ചർച്ചകളും ഇതും പെറ്റീഷനൊക്കെ കൊടുത്ത് ഒരുപാട് പെറ്റീഷന് കുന്നുകൂടി കിടക്കുക എന്നല്ലാതെ അതിനൊന്നും ഒരു തീരുമാനമാകാതെ വർഷം ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രവാസികളുടെ വിഷയങ്ങളിൽ ഇന്ത്യൻ എംബസിയുടെ കാര്യക്ഷമമായ പ്രവർത്തനം ആവശ്യമാണ്. പലപ്പോഴും എംബസിയുടെ പ്രവർത്തനത്തിൽ കാലതാമസം നേരിടുന്നുണ്ട്. ഇതിൽ മാറ്റം വരണം. കേന്ദ്ര സർക്കാർ പെൻഷൻ സംവിധാനം ആരംഭിക്കണമെന്നും പ്രവാസികൾ. ഇപ്പോൾ നിലവിൽ കേരളത്തിൽ നോർക്ക സംവിധാനമൊക്കെ ഉണ്ട്, പെൻഷനും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതേസമയം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് അതിലേക്ക് കാര്യമായ സംഭാവനകളൊന്നുമില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ഒരു പെൻഷൻ സംവിധാനമൊക്കെ കൊണ്ടുവന്നാൽ വളരെ നല്ലൊരു പ്രവൃത്തിയായിരിക്കും. ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിൽ വലിയ പങ്ക് വഹിക്കുന്ന പ്രവാസികൾക്കായി ബജറ്റിൽ പ്രഖ്യാപനങ്ങളുണ്ടോ എന്ന് കാത്തിരിക്കാം. ന്യൂസ് മലയാളം, മലപ്പുറം.